തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരക്കിനിടയിലും നിങ്ങളെ തിരക്കിയിറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ. ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. വിജയത്തിൽ ആഘോഷിക്കരുത്, എതിരാളിയുടെ തോൽവിയിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. ഒന്നും നമ്മിൽ നിന്ന് വിദൂരമല്ല, എല്ലാത്തിനും കാലം സാക്ഷിയാണ്. വിജയ സൂത്രവാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ചുറ്റുമുള്ളവരുമായി എങ്ങനെ മനോഹരമായി ഒത്തുചേരാമെന്ന് അറിയുക എന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും സമയത്തിന്റെ ആകുലതയെപ്പറ്റിയും സുഹൃത്തുക്കളുടെ ആകുലതയെപ്പറ്റിയും വരുമാനത്തിന്റെ ആകുലതയെപ്പറ്റിയും കരുതലോടെ ജീവിക്കും. 1000 പുസ്തകങ്ങളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അത് എത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. സന്തോഷവും ദുഃഖവും മാറി വരുന്ന ഒരു ചക്രമാണ് ജീവിതം. പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക, തീർച്ചയായും നല്ല സമയവും കടന്നു വരും. പെരുമാറ്റം എല്ലായ്പ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പെരുമാറ്റത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയും. കൊഴിഞ്ഞു വീണ മുട്ടിന് വീണ്ടും വിരിയാനാവില്ല. എന്നാൽ വേരിന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും. ഇതുവരെ നഷ്ടപ്പെട്ടത് ഒന്നുമല്ല, ഇനിയും വരാനിരിക്കുന്ന നല്ല നാളെയാണ് ജീവിതം. നിങ്ങളെ എപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആൺ സുഹൃത്ത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അഭിമാനവും സ്നേഹവുമാണ്. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ മാറ്റ് കൂടുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തുക. ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അമിതമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീര ഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. വാക്ക് അതൊരു കത്തിയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും.
സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ്. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. പഠനങ്ങൾ പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാത്തത് പോലെ പെരുമാറുന്നത് അവൾ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുണ്ട്. മറ്റാർക്കും മനസ്സിലാകാത്ത അവരുടേതായ ശരികൾ. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചുളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതൊരു ഓർമ്മയിലുണ്ടാകും. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളെയാണ് വെട്ടിക്കളയുന്നത്, വിരലുകളെ അല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാക്കേണ്ടത്, ബന്ധങ്ങളെയല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്ക് എതിരായിട്ടുള്ള ആയുധമായി മാറും. ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക. അവസരത്തിനായി കാത്തിരിക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. പുറമെ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടെ മാത്രമാണ്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. ചില ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കുവാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.